നിലവിലെ ചാമ്പ്യൻസും റണ്ണേഴ്സപ്പും തമ്മിലുള്ള മത്സരമാണ് ഇന്നേ ദിവസം തൃശ്ശൂർ കുന്നംകുളം ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നത്. ലോർഡ്സ് ഓഫ് കൊച്ചിയുടെ ടച്ചോടുകൂടി ഈ മത്സരം ആരംഭിക്കുകയാണ്. ഗോകുലം കേരള FC കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് 2 മാറ്റം വരുത്തിയാണ് ഇന്നേ ദിവസം കളിക്കുന്നത്. ദുർഗയുടെ ത്രോയിനാണ് ആരഥിയിലേക്ക്. ആരഥി ഒരു ത്രോയിൻ വഴങ്ങുകയാണ് ലോർഡ്സ് ഓഫ് കൊച്ചി. മത്സരത്തിൻ്റെ 37ാമത്തെ മിനിറ്റിൽ തുടരെ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഗോകുലം കേരള FC. അതിനൊത്ത ഡിഫൻസും ലോർഡ്സ് ഓഫ് കൊച്ചി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നീറ്റ് കോർണർ കിക്കാണ് കാണാൻ സാധിച്ചത്. യെസ്, ഗോൾ നമ്പർ 1 ബേബി അടിക്കുന്നു. ആദ്യത്തെ ഗോൾ മത്സരത്തിൻ്റെ 38ാമത്തെ മിനിറ്റിൽ. തുടർച്ചയായ 2ാമത്തെ മത്സരത്തിലാണ് ബേബി ഗോൾ കണ്ടെത്തുന്നത്. കഴിഞ്ഞ മത്സരത്തിലും ഇരട്ട ഗോൾ നേടിയ താരമാണ് ബേബി. റീപ്ലേ കാണുക. ഒരു നീറ്റ് കോർണർ കിക്കാണ് ദുർഗയുടെ. ഗോൾ കീപ്പർ പഞ്ച് ചെയ്ത് അകറ്റാൻ ശ്രമിച്ചെങ്കിലും ഗോൾ കീപ്പർക്ക് അത് സാധിക്കുന്നില്ല. അതിന് മുൻപ് തന്നെ ഒരു ഓവർ ഹെഡ് സിവിഷയുടെ ഒരു ഇന്റർസെപ്ഷൻ. അവിടെ നിന്ന് നേരെ ഹർഷികയിലേക്ക്. ഹർഷിക എടുക്കുന്ന ഒരു ഷോട്ട്. യെസ്, ഗോൾ നമ്പർ 2 ഹർഷിക ഗോകുലം കേരള FCക്കായി 51ാമത്തെ മിനിറ്റിൽ നേടിക്കൊടുക്കുകയാണ്. തുടർച്ചയായ മത്സരത്തിലും ഹർഷികയ്ക്ക് ഗോൾ കണ്ടെത്താനാകുന്നു. ഈ ഒരു ഗോളോടുകൂടി ഈസ്റ്റ് കേരള വുമൻസ് ലീഗ് 2024-2025 സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഹർഷിക. മുൻ കെങ്കര FC താരം കൂടിയാണ് ഹർഷിക. കേരള FCയുടെ 2ാമത്തെ ഗോളായി മാറുകയാണ് ഹർഷികയുടെ ഒരു ഗോൾ. ഷാലുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഷാലു സൗഭർണിക ഒരു മൈനസ് കളിക്കാണ്. പ്രിയങ്ക, യെസ്, പ്രിയങ്കയെ ഫൗൾ ചെയ്തിടുകയാണ് അലക്സിബ. അതിനൊരു യെല്ലോ കാർഡ് ലഭിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. യെസ്, ഈ മത്സരത്തിൻ്റെ ആദ്യത്തെ മഞ്ഞ കാർഡ് പുറത്തെടുത്തിരിക്കുകയാണ് രാഹുൽ. അലക്സിക്കാണ് ഈ മത്സരത്തിന് ആദ്യത്തെ മഞ്ഞ കാർഡ് ലഭിക്കുന്നത് ഗോകുലം കേരള FCയുടെ. അവരുടെ പ്രോമിസിംഗ് അറ്റാക്ക് തടയുന്നത് വഴിയാണ് ഒരു മഞ്ഞ കാർഡ് ലഭിക്കുന്നതുകൊണ്ട് ബേബി കളിയെ മാറ്റുകയാണ് അവിടെ. സോനയിൽ നിന്ന് നേരെ മഹാലക്ഷ്മി വലത് വിങ്ങിൽ കൂടി നല്ലൊരു മുന്നേറ്റമാണ്. അങ്ങനെ ഒരു ക്രോസ് വരികയാണ്. ഗോൾ നമ്പർ 3 മഹാലക്ഷ്മിയുടെ ബൂട്ടിൽ നിന്നും 3ാമത്തെ ഗോൾ വരികയാണ് മത്സരത്തിൻ്റെ 84ാമത്തെ മിനിറ്റിൽ. രണ്ടാമത്തെ ഗോളാണ് ഇതോടുകൂടി മഹാലക്ഷ്മിയുടെ പേരിൽ ഈസ്റ്റ് കേരള വുമൻസ് ലീഗ് 2024-25 സീസണിൽ കുറിക്കപ്പെടുന്നത്. വലത് വിങ്ങിൽ കൂടി മികച്ച രീതിയിലുള്ള ഒരു ക്രോസ് കൊടുത്തെങ്കിലും ഗോൾ കീപ്പറുടെ തലയ്ക്ക് മുകളിൽ ഒരു ഓവർ ഹെഡ് ബോളായി മാറിയിരിക്കുകയാണ്. അവിടെ ഒരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമമായിരുന്നു മഹാലക്ഷ്മിയുടെ. പക്ഷേ മത്സരം 93 മിനിറ്റ് പിന്നിടുന്നു. ഈ ഒരു മത്സരം ഏത് നിമിഷവും ഫൈനൽ വിസിൽ വരാനുള്ള സാധ്യതയുണ്ട്. യെസ്, ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ലോർഡ്സ് ഓഫ് കൊച്ചിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ ഗോകുലം കേരള FC ഈ മത്സരം കൈപ്പിടിയിൽ ഒതുക്കുകയാണ്.